ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യുക, ക്യാമറ സെറ്റ് ചെയ്യുക, ഇവിടെ സ്പോയിലർ സെറ്റ് ചെയ്താൽ അടിപൊളിയാണ്. വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അലോയ്സും കൂടി കയറ്റാം. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടില്ല, അതും കൂടി കൊടുക്കായിരുന്നു എന്ന് തോന്നി. നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനം അൺലോക്ക് ആവും. അതുപോലെ തന്നെ നമ്മൾ വാഹനം ഇറങ്ങി പോകുന്ന സമയത്തും ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനം ലോക്ക് ആവുകയും ചെയ്യും. അത്ര സ്മാർട്ട് കീ ആവുന്നതും ഈ ഒരു VXi ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റിലാണ്. നമുക്ക് റിയറിൽ AC വെന്റ് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് പറയാം. അതുപോലെ ചാർജിങ് പോർട്ട് അതൊക്കെ നമുക്ക് ഇതിന് മുകളിലേക്ക് പോകുന്ന വേരിയന്റിൽ കിട്ടുന്നുണ്ട്. ഒറ്റ പ്രസ്സിൽ ഡ്രൈവർ സൈഡ് വിൻഡോ ഫുള്ളായി താഴും, അതുപോലെ ഒരൊറ്റ പ്രസ്സിൽ മുകളിലേക്കും വരും. അതായത് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ബേസ് വരും ഇത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലൈക്ക് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്താണ്, ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നു. വിൽസൺ ഓൺലൈക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൾ. നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ ഏറ്റവും പുതിയൊരു വേരിയന്റ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. അതായത് VXi ഓപ്ഷൻ. നമ്മൾ പഴയ സ്വിഫ്റ്റിൽ ഇങ്ങനെ ഒരു വേരിയന്റ് കേട്ടിട്ടുണ്ടാവില്ല. നോർമലി LXi, VXi, ZXi, ZXi പ്ലസ് ഈ 4 വേരിയന്റിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഇത് ഏറ്റവും പുതിയൊരു വേരിയന്റ് ആണ് VXi ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ZXiയിലേക്ക് ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് കുറച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് പുതിയൊരു വേരിയന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 9 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് ഉണ്ടെങ്കിൽ ഈ ഒരു വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് സ്വന്തമാക്കാമെന്നുള്ളതാണ്. അപ്പോൾ VXiയിൽ നിന്നും എത്ര രൂപ കൂടുതൽ വരുമെന്ന് ചോദിച്ചാൽ 32,000 രൂപയാണ് നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ. അതിന് നമുക്കൊരു പ്രധാനപ്പെട്ട 4 ഫീച്ചേഴ്സ് ആഡായി കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം സ്വിഫ്റ്റിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ഒരു വാല്യൂ ഫോർ മണി അല്ലേ എല്ലാ വാഹനത്തിൻ്റെയും. സ്വിഫ്റ്റിൻ്റെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്നതാണ് എന്ന് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബേസ് വേരിയന്റ് രണ്ടാമത്തെ വേരിയൻ്റായിട്ടുള്ള VXiയിലേക്ക് പോകുമ്പോൾ ഏകദേശം 80,000 90,000 രൂപയാണ് നമുക്ക് എക്സ്ട്രാ പൈസ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ആ വേരിയന്റിൽ വരുന്നുണ്ട്. അതിനടുത്ത വേരിയന്റ് നമുക്ക് 32,000 രൂപ ഡിഫറൻസ് ആയിരുന്നു, അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന വിലക്കനുസരിച്ചുള്ള ഒരു ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടാണ് ഓരോ വേരിയന്റും വന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നും കുറച്ചുകൂടി നിങ്ങൾക്ക് ഫീച്ചർ ലോഡ് ആയിട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ZXiയിലേക്ക് ആ രീതിയിലേക്ക് പോകും, അതല്ലെങ്കിൽ VXi ഓപ്ഷനിൽ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് VXi ഓപ്ഷനിൽ പ്രധാനമായിട്ട് വരിക നോക്കിക്കഴിഞ്ഞാൽ, മുൻവശത്ത് നമുക്ക് പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്, പക്ഷേ ഹാലജൻ ആണ് എന്നുള്ളൊരു കുറവാണ് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്. ZXi മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പോയാൽ നമുക്ക് അത് LED ആവുന്നുണ്ട്. ഇൻഡിക്കേറ്റർ നമുക്ക് ഹാലജൻ ആണ് വന്നുള്ളത്. ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ആ രൂപത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. LED ഒന്നും എവിടെ ആവുന്നില്ല. പിന്നെ അതെ ഈ ഒരു ക്രോം എലമെന്റ് കണ്ടോ, ഇത് നമുക്ക് DRL ആയിട്ട് മാറുന്നുണ്ട് ഇതിന്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റ് മുതൽ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഏകദേശം 85,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരിക. 10 രൂപ നിങ്ങൾ മുടക്കണമെന്ന് വെച്ച് വേണ്ട, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നതാണ് നല്ലത്. ഏറ്റവും ഫുള്ളി ലോഡായിട്ട് നമുക്ക് പുറത്തുനിന്ന് ഒന്നും ചെയ്യേണ്ടതില്ലാത്ത രൂപത്തിലൊരു വാഹനം ലഭിക്കും. ഫോഗ് ലാമ്പ് നമുക്ക് ടോപ്പിൽ വരും, അതായത് ഏറ്റവും ടോപ്പ് മോഡൽ ZXi പ്ലസിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ നോർമൽ നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളോ ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ബേസ് ആയിട്ടുള്ള LXiയിൽ മാത്രമായിരിക്കും അതൊരു മാറ്റ് ഫിനിഷ്, ബാക്കി എല്ലാ വേരിയന്റും മനോഹരമായിട്ട് പുതിയ ഡിസൈനാണ്. അതുപോലെ തന്നെ ഫുൾ ഗ്ലോസി ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. ഡ്യുവൽ ഹോൺസ് വരുന്നുണ്ട്, അത് നമുക്ക് 2 അറ്റങ്ങളിലായിട്ട്, ഇപ്പോൾ ലേറ്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, 2 അറ്റങ്ങളിലായിട്ട് നമുക്ക് ഡ്യുവൽ ഹോൺസ് കാര്യങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഗ്രില്ലിൽ നിന്നും ലോഗോ മാറ്റി നമ്മുടെ ബമ്പറിനെ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഫ്രഷ് ലുക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ഞാനിത് അൺവീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആലത്തൂർ ഷോറൂമിൽ ഇതിൻ്റെ അൺവീലിംഗ് പരിപാടിയാണ്. അപ്പോൾ ഇത് കവർ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇതൊരു സ്വിഫ്റ്റ് ആണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര രൂപത്തിലൊരു ഷേപ്പിലേക്ക് പുതിയൊരു ഷേപ്പിലേക്ക് വന്നിട്ട് പഴയ വാഹനമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയാം. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ടയർ സൈസിലാണ് 2 മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് 14 ഇഞ്ച് ടയറാണ്. ഇതാണ് നമുക്ക് VXi ഓപ്ഷനിൽ വരെ കിട്ടുക. ഇതിന് മുകളിലേക്ക് ZXi പ്ലസിലേക്ക് പോകണം നമുക്ക് 15 ജവും അലോയ് വീൽസും ഒക്കെ ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ 3 വേരിയന്റിൽ നമുക്ക് ഈ ഒരു ടയർ സൈസ് തന്നെ ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ORM നമുക്ക് ബോഡി കളർ ആവുന്നതും VXiയിലാണ് എന്ന് പറയാം. അതിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു വിലയിൽ വരുന്ന VXi ഓപ്ഷനിൽ തന്നെ കൊടുക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം അത് നമുക്ക് ZXi എന്ന് പറയുന്ന വേരിയന്റിൽ ലഭിക്കേണ്ട ഒരു ഫീച്ചറാണ്. അത് താഴേക്ക് കൊണ്ടുവന്നു VXi ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞ 32,000 രൂപയ്ക്ക് ഒരു 3-4 ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് താഴേക്ക് ഇറക്കിയെന്ന് പറഞ്ഞില്ല. അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് ഒരു ORMന്റെ ഫോൾഡിംഗ് ഫംഗ്ഷൻ കേട്ടോ. അഡ്ജസ്റ്റ് ഒക്കെ നമുക്ക് VXiയിൽ ലഭിക്കുന്നുണ്ട്. VXiയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 32,000 കുറവ് പറയുമ്പോൾ നമുക്ക് പോയിക്കാന്നുള്ളൂ. 8,70,000 റേഞ്ചിനൊക്കെ നമുക്ക് VXi കിട്ടും. എനിക്ക് തോന്നുന്നു സാധാരണക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് LXi അല്ലെങ്കിൽ VXi വേരിയന്റ് ആയിരിക്കും. നമ്മുടെ സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഓപ്ഷനിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തായാലും അത് എടുക്കുന്നവർക്ക് നഷ്ടം ഒന്നും വിചാരിക്കാനില്ല. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വേരിയന്റിലാണ്. അതായത് VXiയിൽ മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാനുവലിനേക്കാളും ഒരു 60,000 രൂപയ്ക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കും ഓൺ റോഡ് വിലയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വേരിയന്റ് മറ്റൊരു പ്രത്യേകത, 3-4 ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട് എന്നല്ലേ. അതിൽ ഒന്ന് ORM ഫോൾഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു അസിസ്റ്റീവ് ബട്ടൺ നമുക്ക് കിട്ടുന്നത് VXi ഓപ്ഷൻ മുതലാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്മാർട്ട് കീ ആണ്. നമ്മുടെ കീ പോക്കറ്റിൽ ഉണ്ടായാൽ മതി. നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനം അൺലോക്ക് ആവും. അതുപോലെ തന്നെ നമ്മൾ വാഹനം ഇറങ്ങി പോകുന്ന സമയത്തും ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനം ലോക്ക് ആവുകയും ചെയ്യും. അതിൽ സ്മാർട്ട് കീ ആവുന്നതും ഈ ഒരു VXi ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റിലാണ്.
ഇനി മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോൾ ആൻറ്റിനെയാണ് കാണാൻ സാധിക്കുക. ഷാർക്ക് ഫിൻ ആൻറ്റിനെ പോലത്തെ നമുക്ക് ഒരു വേരിയൻറ്റിൽ ഫുൾ ഓപ്ഷൻ എടുത്താൽ പോലും ലഭിക്കാത്തൊരു ഫീച്ചറാണ്. പിന്നെ ഇവിടെ കൺവെൻഷണൽ ടൈപ്പിലുള്ള ഡോർ ഹാൻഡിൽസ് ആയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാന മാറ്റം. നമുക്ക് പഴയ ജനറേഷൻ സ്വിഫ്റ്റിൽ ഇത് ഇവിടെ ആയിരുന്നു, അങ്ങനെ പുള്ളി ചെയ്യുന്ന രൂപത്തിലായിരുന്നെങ്കിൽ അത് നോർമൽ സാധാരണ രൂപത്തിലേക്ക് മാറ്റി. 37 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീഫോഗർ ബേസ് വേരിയന്റ് മുതൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള അടിപൊളി ഫീച്ചറാണ് കേട്ടോ. ZXi മുതലാണ് നമുക്ക് ഒരു വൈപ്പർ വാഷർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുള്ളൂ. അതുപോലെ സ്പോയിലർ നമുക്ക് ആക്സറി ആയിട്ട് വെക്കുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് സ്പോയിലർ വരുന്നില്ല. പക്ഷേ സ്പോയിലർ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു മുഴുവൻ ഭംഗി നമുക്ക് കിട്ടുക എന്ന് പറയാം. അപ്പോൾ സ്വിഫ്റ്റ് പുതിയത് എടുക്കുന്നവർ എന്തായാലും ഒരു സ്പോയിലർ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ബോഡി കളറൊക്കെ എഡ്ജിൽ വന്നിട്ട് മനോഹരമായിട്ടുള്ള സ്പോയിലർ മാരുതിയിൽ നിന്ന് തന്നെ ആക്സറി ആയിട്ട് കിട്ടും. അടിപൊളി സാധനമെന്ന് പറയാം. അപ്പോൾ അത് സെറ്റ് ചെയ്താൽ റിയറിൻ്റെ ലുക്ക് പൊളിയാവും എന്നുള്ളതാണ്. സ്വിഫ്റ്റിൻ്റെ ഒരു ബാഡ്ജിങ് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ സുസുക്കിയുടെ ലോഗോ വേറെ ഏത് വേരിയൻ്റാണെന്ന് സൂചിപ്പിക്കുന്ന ബാഡ്ജിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ റിയർ വ്യൂ ക്യാമറ ഇല്ല. നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ടെങ്കിൽ പോലും ക്യാമറ ഏറ്റവും ടോപ്പിൽ ZXi പ്ലസിൽ മാത്രമേ മാറി നൽകിയിട്ടുള്ളൂ. എന്തായാലും ഷോറൂമിൽ തന്നെ നമുക്ക് ആക്സറി ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം ടച്ച് സ്ക്രീൻ ഓൾറെഡി വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു 4000, 5000, 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും ഡിസൈനിലൊരു മാറ്റം സംഭവിച്ചിട്ടുള്ള പറഞ്ഞാൽ നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റിലാണ് ഒരു C ഷേപ്പ് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. അത് ബേസ് വേരിയന്റ് മുതൽ അങ്ങോട്ട് ഈ രൂപത്തിൽ തന്നെയാണുള്ളത്. അതിൽ നമ്മുടെ ഒരു പാർക്ക് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ആണ് LED. നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ നമുക്ക് ഹാലജനാണ് വന്നിട്ടുള്ളത്. 4 പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളാണ്. അതുപോലെ ബൂട്ട് നമുക്ക് 265 ലിറ്ററാണ് സ്പേസ് വന്നിട്ടുള്ളത്. VXi എന്ന് പറഞ്ഞ വേരിയന്റ് മുതൽ നമുക്ക് ഇത് പാർസൽ ട്രേ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിറച്ച് അത്യാവശ്യം ഫുള്ളി ലോഡറായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അൺവീലിംഗ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെയർ വീലും 14 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ആ രൂപത്തിലാണ് മൊത്തത്തിൽ കാണാനുള്ളൊരു ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യുക, ക്യാമറ സെറ്റ് ചെയ്യുക, ഇവിടെ ഒരു സ്പോയിലർ സെറ്റ് ചെയ്താൽ അടിപൊളിയാണ്. വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അലോയ്സും കൂടി കയറ്റാം. ഇത്രയാണ് നമുക്ക് പുറത്തെ കാഴ്ചകളിൽ ഓരോ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അകത്തേക്ക് കയറി നോക്കാം. ഫുൾ ഓപ്ഷൻ കണ്ട ആളുകൾക്കറിയാം നമുക്ക് പുറകിൽ AC വെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ZXi പ്ലസിലുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് VXi ഓപ്ഷനിലായതുകൊണ്ട് നമുക്ക് റിയറിൽ AC വെന്റ് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് പറയാം. അതുപോലെ ചാർജിങ് പോർട്ട് അതൊക്കെ നമുക്ക് ഇതിന് മുകളിലേക്ക് പോകുന്ന വേരിയന്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് നമുക്ക് 85,000 രൂപ കൂടുതൽ കൊടുത്താലും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഓരോ വേരിയന്റിലും വരുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ പുറകിലേക്ക് നമുക്ക് മാപ്പ് ലാമ്പ് അത് ഫുൾ ഓപ്ഷനിലും ഇല്ലാത്തൊരു ഫീച്ചറാണ്. മെയിനായിട്ടുള്ളൊരു കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല. അതുപോലെ 60/40 സ്പ്ലിറ്റ് സീറ്റ് ഇല്ല. അതൊക്കെ നമുക്ക് ഒരു സിംഗിൾ പീസ് ആയിട്ട് മടക്കാനേ പറ്റുള്ളൂ. കുറവല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത്തരത്തിൽ തന്നെ ലഭിക്കുള്ളൂ എന്ന് പറയാം. പിന്നെ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സീറ്റിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ നമുക്ക് അത്തരത്തിൽ സ്പേസ് കിട്ടുന്ന രൂപത്തിലാണ്. പക്ഷേ തൈ സപ്പോർട്ട് എന്നെ പോലെ ഹൈറ്റ് ഉള്ളവർക്ക് ഇത്തിരി കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ ഒരു റിയർ സീറ്റ് ഇത്തിരി ഷോർട്ട് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ സ്വിഫ്റ്റിനെ കുറച്ചുകൂടി ഇത്ര അധികം നീണ്ടു നിൽക്കുന്നെങ്കിൽ ഇത് കുറച്ച് ഉള്ളിലേക്ക് വന്നു എന്നുള്ളൊരു മാറ്റം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഒരുപാട് ഉയരം ഇല്ലാത്തവർക്ക് വലിയ സീനില്ലാത്ത രൂപത്തിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. 4 പവർ വിൻഡോസ് ബേസ് വേരിയന്റ് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പവർ വിൻഡോ പുറകിലേക്ക് ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, സോഫ്റ്റ് ടച്ചിൻ്റെ ഭാഗങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതൊക്കെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് പുറകിലുള്ള യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. അപ്പോൾ സ്മാർട്ട് കീ ആവുന്നത് ഈ ഒരു വേരിയന്റ് പോലാന്ന് പറഞ്ഞു. സ്മാർട്ട് കീ പറഞ്ഞാൽ എന്താ എന്നുള്ള സംശയമുള്ളതൊക്കെ ഇതാണ് നമുക്ക് സ്മാർട്ട് കീ. ഒരുപാട് മാരുതി വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ്സിൽ ഇപ്പോൾ വണ്ടി ലോക്കായി നോക്കിയാൽ നമുക്ക് വലിച്ചാൽ കിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായാൽ മതി കേട്ടോ, കയ്യിൽ തന്നെ വെക്കണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ വാഹനം അൺലോക്ക് ആവും, അപ്പോൾ കയറാം. ആ രൂപത്തിലുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് സ്മാർട്ട് കീയിലൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമുക്കിത് ഒറ്റ പ്രസ്സിൽ ഡ്രൈവർ സൈഡ് വിൻഡോ ഫുള്ളായി താഴും. അതുപോലെ ഒരൊറ്റ പ്രസ്സിൽ മുകളിലേക്കും വരും. അതായത് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ബേസ് വരും ഇത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലേക്ക് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്താണ്, ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ORM ഇലക്ട്രിക്കലി ഫോൾഡ് ആവുന്നുണ്ടോ. VXi ഓപ്ഷനിൽ തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. പഴയ സെറ്റിലൊക്കെ അത് ZXiയിൽ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റും കാര്യങ്ങളാണ് എല്ലാം ലോഡറായിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് പറയാം. ഇവിടെ നമുക്ക് ആംറസ്റ്റിൻ്റെ ഭാഗത്തൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് വന്നു. കാരണം ഡ്രൈവർ എപ്പോഴും നമുക്ക് ഒരു ഡോറിൻ്റെ ആംറസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അതും കൂടി കൊടുക്കായിരുന്നു എന്ന് തോന്നി. അത് ZXiയിലാണ് നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അകത്തേക്ക് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇത് ഈ ഒരു വേരിയൻറ്റിന് മാത്രം പ്രത്യേകതയാണ്. ഇത് VXi എടുത്താൽ, അതായത് VXi എടുക്കുന്നവർ ഒരു 32,000 കൂടി കൂടുതൽ കൊടുത്തിട്ട് ഈ ഒരു വേരിയൻറ്റ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ORM ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ നമ്മുടെ സ്മാർട്ട് കീ, അതുപോലെ ഒരു ഫീച്ചർ കൂടി പറയാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിൻ്റെ കൺട്രോൾ, ഇവിടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇവിടെ നമ്മുടെ ഹുഡ്, അതുപോലെ ഫ്യൂൽ ലിഡ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. 3 പെഡൽസാണ്, നമ്മൾ മാനുവലാണ് ഇപ്പോൾ കാണുന്നത് പോലെ. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു ഡെഡ് പെഡൽ കൂടി കൊടുത്തിട്ടുണ്ട്.
ഇനി സ്റ്റിയറിംഗിലേക്ക് വരാണെങ്കിൽ നമ്മൾ പഴയ വാഹനത്തിൽ കണ്ട പോലുള്ള ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്വിഫ്റ്റിൻ്റെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ലെതർ റാപ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നൊരു മാറ്റം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ടിൽറ്റ് അഡ്ജസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യുന്ന പരിപാടികളൊക്കെ നമുക്ക് ഇവിടെയാണ് ലഭിക്കുക. മീറ്റർ നമുക്ക് ഫുൾ ഓപ്ഷന് സമാനമായിട്ടുള്ളൊരു രീതിയിലാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഒരു ക്ലസ്റ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കളേർഡ് ആവുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കളേർഡ് ആവുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും മാറ്റം. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്കത് ഓണായി വരുന്നതെന്ന് പറയാം. ഇവിടെ ഒരു വലിയൊരു ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, അത്തരം കാര്യങ്ങളാണ്. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, റേഞ്ച്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്ലോക്ക്, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കതിൽ കിട്ടുമെന്ന് പറയാം. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പവർ ടോർക്ക് ബാൻഡും അതുപോലെ ആ ഒരു മൈലേജിൻ്റെ കുറച്ചുകൂടി ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു കളേർഡ് ആകുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വരുമെന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം. അതുപോലെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് വന്നുള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങൾ നമുക്ക് ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. അതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ, അതാണ് നമുക്കിത് ഇവിടെ കാണുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് മാരുതി വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ടച്ച് സ്ക്രീൻ തന്നെയാണ്. പക്ഷേ അതിനൊരു പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഹൈ മൗണ്ട് ആയിട്ട് സ്വിഫ്റ്റിൽ കൊണ്ടുവന്നു മാത്രം. അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ഡാഷ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡ്രൈവറുടെ അടുത്തേക്ക് കുറച്ചുകൂടി തിരിഞ്ഞിരിക്കുന്ന രൂപത്തിലാണ്, ചെരിഞ്ഞിരിക്കുക. ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു കോക്പിറ്റ് ചെയ്യാൻ നമുക്ക് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. നല്ലൊരു കാര്യമാണ്. കാരണം സ്വിഫ്റ്റൊക്കെ എടുക്കുന്നവർ എപ്പോഴും പുറകിലിരുന്ന് യാത്ര ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല, എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൺട്രോൾസ് ടച്ച് സ്ക്രീനൊക്കെ കൊണ്ടുവന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൗണ്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഒന്നല്ല, നമുക്ക് നോർമൽ ബ്ലാക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഗ്ലോസി ബ്ലാക്കൊക്കെ നമുക്ക് ZX-ൽ പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതാണ് അവിടെ വരുന്നൊരു മാറ്റം. അതുപോലെ ഈ ഒരു വേരിയൻറ്റ് 32,000 രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി കൂടുതൽ കിട്ടുന്നുണ്ട് പറഞ്ഞില്ലേ, അത് നമുക്ക് കണക്റ്റഡ് ആയ ഫീച്ചറാണ്. അതായത് നമ്മുടെ സുസുക്കി കണക്ട് ആപ്പിലൂടെ നമുക്ക് നിരവധി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഒരു വാഹനത്തിൻ്റെ എന്നുള്ളതാണ്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കാത്തൊരു ഫീച്ചറാണ്. ക്യാമറ നമുക്ക് ഇതിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ കാണിക്കാൻ നിവൃത്തിയില്ല. താഴേക്ക് നമുക്ക് AC-യുടെ ചെറിയ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ നെക്സൈലിൻ്റെ ഒരുപാട് വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള രൂപത്തിലുള്ളൊരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് ഫ്രോൺസിൻ്റെ ഒക്കെ പോലെ തോന്നിക്കുന്ന രൂപത്തിലുള്ളൊരു ഡിസൈൻ തീമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഫുൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ഫുൾ ബ്ലാക്ക് രൂപത്തിലാണ്. പക്ഷേ ZX-ലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, ഡീസൻ്റ് ആണ് എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ താഴേക്ക് വന്നാൽ ഇവിടെ നമുക്കൊരു USB പവർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ്. ഫുൾ ഓപ്ഷനിലൊക്കെ ഇവിടെ നമുക്ക് വയർലെസ് ചാർജർ കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ ആണ്. ഒരു പുതിയ ഗിയർ ബോക്സ് ആണ് നമുക്ക് പുതിയ സ്വിഫ്റ്റിൽ വരുന്നത്. ഇപ്പോൾ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ കാണാം, മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം. അത്രയ്ക്കൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ എടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വന്നിട്ടുണ്ട്. ഇത് ഹാലജൻ മാപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിറർ നമുക്ക് പാസഞ്ചർ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് നമുക്ക് ടോൾ സീറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ VXi ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ എത്ര നേരം കണ്ടിരുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ 9 ലക്ഷം ഓൺ റോഡ് വിലയ്ക്ക് കിട്ടുന്ന VXi ഓപ്ഷണൽ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇത്ര ഫീച്ചേഴ്സൊക്കെ പോരെ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു Z12E എന്ന് പറയുന്ന സീരീസ് പെട്ട എഞ്ചിൻ. അതായത് പണ്ട് K12 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ Z12 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 1197 cc ആണ്, 81.5 PS. അതുപോലെ തന്നെ 111.7 Nm ടോർക്കാണ് നമുക്ക് ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ. ഇനി മൈലേജ് ആണെന്നുണ്ടെങ്കിൽ റെക്കോർഡാന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു നോർമൽ ഹൈബ്രിഡ് ഒന്നും അല്ലാത്തൊരു വാഹനം നോക്കുകയാണെങ്കിൽ അത് സെലീരിയാണ് മാരുതി. അപ്പോൾ അതിന് തൊട്ട് പുറകിലാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് നിൽക്കുന്നത് പറയാം. നമുക്ക് 25.7 ഒക്കെയാണ് ക്ലെയിം ചെയ്ത മൈലേജ് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 24.8 എന്നുള്ള രൂപത്തിലൊക്കെ മൈലേജ് അങ്ങേ അറ്റാന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറിയിട്ടാണ്. എന്തായാലും വൈകാതെ നമുക്ക് ഒരു വാഹനം ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, പവർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ്, ABS, EBD, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഐസെഫ് ചൈൽഡ് സീറ്റ്, ഹിൽ ഹോൾഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസിക് ആയിട്ട് നമുക്ക് ബേസ് വേരിയൻറ്റ് തന്നെ നമ്മുടെ മാരുതി കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അത്തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, പ്രത്യേകിച്ച് മാരുതിയുടെ ഭാഗത്ത്. അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ സ്വിഫ്റ്റ് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന് ഓടിച്ച് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണ് ഇതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.